സുനിത വില്യംസ് താങ്ങുന്ന അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ വിഷവാതക സാന്നിധ്യമെന്ന് റിപ്പോർട്ട്. ബഹിരാകാശ കേന്ദ്രത്തിലേക്ക് ഭക്ഷണവും മറ്റ് അവശ്യ വസ്തുക്കളുമായി എത്തിയ പ്രോഗ്രസ് MS-29 എന്ന ബഹിരാകാശ പേടകം തുറന്നപ്പോഴാണ് വിഷവാതക സാന്നിധ്യമുണ്ടായത്. പേടകം തുറന്നപ്പോൾ ബഹിരാകാശ കേന്ദ്രത്തിനുള്ളിൽ ദുർഗന്ധം വ്യാപിക്കുകയും പേടകത്തിനുള്ളിൽ ജലകണികകൾ കണ്ടെത്തുകയും ചെയ്തിരുന്നു. വിവരം സുനിത വില്യംസ് ഭൂമിയിലെ നാസയുടെ കൺട്രോൾ സ്റ്റേഷനിൽ അറിയിച്ചു. അന്താരാഷ്ട്ര ബഹിരാകാശ കേന്ദ്രത്തിൽ താമസിക്കുന്നത് അപകടകരമാകാതിരിക്കുന്നതിനു വേണ്ടി ഉടൻ തന്നെ പേടകം അടയ്ക്കുകയും അതിനെ ഐസൊലേറ്റ് ചെയ്യുകയും ചെയ്തു. മാത്രമല്ല, ഇതിൽ താമസിക്കുന്ന സുനിത വില്യംസും ബുച്ച് വിൽമോറും ഉടൻ തന്നെ PPE കിറ്റ് ധരിച്ച് അടിയന്തര സാഹചര്യത്തെ നേരിടാൻ തയ്യാറെടുക്കുകയായിരുന്നു. ഇതിനുശേഷം ബഹിരാകാശ നിലയത്തിലെ വായുവിനെ എയർ സ്ക്രബിംഗ് സംവിധാനം ഉപയോഗിച്ച് ശുദ്ധമാക്കി. വായുവിലുള്ള ദോഷകരമായ കണങ്ങൾ, അണുക്കൾ, പദാർത്ഥങ്ങൾ എന്നിവയെ അരിച്ചുമാറ്റാനുള്ള സംവിധാനമാണ് ഇത്. വളരെ പെട്ടെന്ന് ഈ കാര്യങ്ങൾ നടത്തിയതിനാൽ സുനിത വില്യംസിന്റെയും ബുച്ച് വിൽമോറിന്റെയും ആരോഗ്യത്തിന് ഭീഷണിയുണ്ടായില്ലെന്നാണ് സൂചന. നിലയത്തിനുള്ളിലെ വായുവിന്റെ നിലവാരം കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട്. നിലവിൽ യാതൊരു സുരക്ഷാ പ്രശ്നങ്ങളുമില്ലെന്നാണ് നാസ വ്യക്തമാക്കുന്നത്. എന്നാൽ എന്തുകൊണ്ടാണ് ദുർഗന്ധമുണ്ടായത് എന്നതിൽ പരിശോധന തുടരുകയാണ്. ബഹിരാകാശ നിലയത്തിലേക്ക് എത്തിയ പ്രോഗ്രസ് പേടകത്തിൽ നിന്നാണോ അതോ നിലയത്തിലെ മറ്റേതെങ്കിലും ഭാഗത്തു നിന്നാണോ ഇതെത്തിയതെന്നും പരിശോധിക്കുന്നുണ്ട്. 6 മാസം കൂടി പ്രോഗ്രസ് MS-29 പേടകം ബഹിരാകാശ നിലയത്തിൽ തുടരും. ഇതിനുശേഷം മാലിന്യങ്ങൾ ഉൾപ്പെടെ ഭൂമിയിലേക്ക് തിരികെ എത്തും. സുനിത വില്യംസും ബുച്ച് വിൽമോറും കഴിഞ്ഞ ജൂൺ മുതലാണ് ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങിയത്. ബോയിംഗ് നിർമ്മിച്ച സ്റ്റാർലൈനർ പേടകത്തിലാണ് ഇവർ നിലയത്തിലെത്തിയത്. എന്നാൽ പേടകത്തിലെ സാങ്കേതിക തകരാറ് മൂലം ഇവരുടെ തിരിച്ചുവരവ് മുടങ്ങുകയായിരുന്നു. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.